നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. രത്നശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള നിരവധി വിഷയങ്ങൾ നാം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലെ പോരായ്മകളും ഗുണങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നന്മയും തിന്മയും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രേക്ഷകരുടെ ഗുണാനുഭവങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് അവതരിപ്പിക്കുന്നത്. ശാസ്ത്രത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനും സാധിക്കും, ഇത് ദോഷകരമായി ഉപയോഗിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ അറിവുകളൊക്കെ വിലപ്പെട്ടതാണ്. രത്നശാസ്ത്രത്തിലുള്ള മറ്റൊരു വിലപ്പെട്ട അറിവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. നവരത്നങ്ങളിൽ മറ്റ് 8 ഗ്രഹങ്ങളുടെ രത്നങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചു. ഇന്ന് നമുക്ക് 9ാമത്തെ ഗ്രഹമായിട്ടുള്ള കേതുവിന്റെ രത്നമായിട്ടുള്ള വൈഡൂര്യത്തെ കുറിച്ചാണ് പറയേണ്ടത്. വിലപ്പെട്ട അറിവാണ്, വീഡിയോ അവസാനം വരെ കാണുക. കേതു ഒരു നിഴൽ ഗ്രഹമാണ്, പാപഗ്രഹമാണ്. കേതുവിന് പ്രത്യേകിച്ച് സ്വന്തമായിട്ട് രാശികളില്ല. കേതുവിന്റെ രത്നത്തിന്റെ പേര് വൈഡൂര്യം എന്നാണ്, അഥവാ ക്യാറ്റ്സൈ എന്ന് പറയും. രത്നങ്ങൾ ഒരിക്കലും വെറുതെ ധരിക്കാൻ പാടില്ല. അതിന് വലിയ വലിയ ഗുണങ്ങളും ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ വലിയ ദോഷങ്ങളും ചെയ്യാൻ പറ്റും. ഇന്ദ്രനീലവും വജ്രവും ഒക്കെ ധരിച്ചിട്ട് വലിയ വലിയ കഷ്ടങ്ങൾ അനുഭവിച്ചവരെ നമുക്കറിയാം. നഷ്ടപ്പെട്ട ധനമൊക്കെ തിരിച്ചു ലഭിക്കാനായിട്ട് പണ്ട് കാലത്ത് രാജാക്കന്മാർ പോലും കേതുവിന്റെ രത്നമായിട്ടുള്ള വൈഡൂര്യത്തെ ധരിച്ചിരുന്നു. പഴയ രാജാക്കന്മാരുടെ കൈവശവും പഴയകാല ക്ഷേത്രങ്ങളിലുമൊക്കെ നിരവധിയായിട്ടുള്ള വൈഡൂര്യം സൂക്ഷിച്ചിരുന്നു. സ്വർണം പോലെ തന്നെ വിലപിടിപ്പുള്ള രത്നമായിട്ടാണ് പഴയകാലം മുതൽ കേതുവിന്റെ രത്നമായിട്ടുള്ള വൈഡൂര്യത്തെ കണക്കാക്കി വന്നിരുന്നത്. ഇത്തരത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക ശേഖരത്തിൽ ഈ വൈഡൂര്യം വിലപിടിപ്പുള്ള രത്നമായിട്ടാണ് കണക്കാക്കി വന്നിരുന്നത്. ഇത് സമ്പന്നരുടെ സ്വത്തായിരുന്നു. ഇന്ന് നല്ല രത്നങ്ങൾ എന്ന് കരുതി പലരും സാധാരണ കല്ലുകളും ക്രിസ്റ്റലുകളും ഒക്കെ വാങ്ങി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശ്വസനീയമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വിശ്വസനീയമായിട്ടുള്ള ജ്യോതിഷികളുടെ നിർദ്ദേശപ്രകാരം മാത്രം രത്നങ്ങൾ സ്വീകരിക്കുക. പാശ്ചാത്യ രീതിയിൽ സൂര്യരാശി അഥവാ മാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും പൗരസ്ത്യ രീതിയിൽ ജനിച്ച സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ലഗ്നരാശിയെ അടിസ്ഥാനപ്പെടുത്തിയുമുള്ള രത്ന നിർദ്ദേശങ്ങൾ നിലവിലുണ്ട്. എന്നാൽ ഏത് രീതിയിലാണെങ്കിലും അതിൽ ഏറ്റവും മികച്ചതായിട്ട് നമ്മളുടെ ഭാരതീയമായിട്ടുള്ള രത്നനിർദ്ദേശം തന്നെയാണ്. രത്നങ്ങളെക്കുറിച്ച് 10,000-കണക്കിന് വർഷങ്ങൾ മുമ്പ് തന്നെ നമ്മളുടെ ശാസ്ത്രകാരന്മാർ, നമ്മളുടെ സന്യാസി വര്യന്മാർ വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ അതിൽ നിന്നുള്ള അറിവുകൾ പകർന്നെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംഖ്യാശാസ്ത്ര പ്രകാരമായാലും നക്ഷത്ര പ്രകാരമായാലും സൂര്യരാശി പ്രകാരമായാലും ധരിക്കുമ്പോൾ ഭാരതീയമായിട്ടുള്ള ജ്യോതിഷപ്രകാരമുള്ള രത്നധാരണം കൂടി ഉറപ്പിച്ചതിന് ശേഷം മാത്രം രാഹുവിന്റെയും കേതുവിന്റെയും രത്നങ്ങൾ ധരിക്കുക. വിശേഷിച്ച് വൈഡൂര്യം ധരിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. പരസ്പരം വൈരുദ്ധ്യം ഉണ്ടാകാത്ത രീതിയിൽ രത്നങ്ങൾ ധരിച്ചാൽ ആയുരാരോഗ്യത്തിനും സൗഭാഗ്യങ്ങൾക്കും എല്ലാം ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്നതാണ്. അശ്വതി മകം മൂലം നക്ഷത്രക്കാർ കേതുർദശയിലാണ് ജനിക്കുക. കേതുവാണ് ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്രനാഥൻ. അതുകൊണ്ട് മാത്രം ഇവർ വൈഡൂര്യം ധരിക്കാൻ യോഗ്യരാണ് എന്ന് കരുതപ്പെടാൻ പാടില്ല. കേതു നിൽക്കുന്ന ഭാവങ്ങൾ, രാശികൾ ഒക്കെ നോക്കി മാത്രമേ വൈഡൂര്യം നിർദ്ദേശിക്കാവൂ. ജാതകന്റെ 8, 12 ഭാവങ്ങളൊക്കെ കേതുവിന് അനിഷ്ട സ്ഥാനങ്ങളാണ്. ഇവിടെ കേതു നിൽക്കുന്നവർ ഈ രത്നങ്ങൾ ധരിക്കാതിരിക്കുക. രാഹുവിനെ പോലെ സ്വന്തമായി രാശിയില്ലാത്ത ഗ്രഹമാണ് കേതു. അതുകൊണ്ട് തന്നെ കേതുവിന്റെ രത്നമായിട്ടുള്ള വൈഡൂര്യത്തിന്റെ നിർദ്ദേശം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. സംഖ്യാശാസ്ത്ര പ്രകാരവും ലഗ്നരാശി പ്രകാരവും നക്ഷത്ര പ്രകാരവും എല്ലാം അനുയോജ്യമാണ്. ഒന്നിച്ചു വരുന്നുണ്ടെങ്കിൽ മാത്രം വൈഡൂര്യം നിർദ്ദേശിക്കുക. എന്നിരുന്നാലും കേതുവിന്റെ രത്നമായിട്ടുള്ള വൈഡൂര്യം വളരെയേറെ ശ്രേഷ്ഠമായ ഒരു രത്നം തന്നെയാണ്. ദുഷ്ടശക്തികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ഒക്കെയുള്ള നെഗറ്റീവ് ഊർജത്തെ നശിപ്പിക്കാനുള്ള കഴിവ് വൈഡൂര്യത്തിനുണ്ട്. ഇത് ധരിച്ചാൽ ദാരിദ്ര്യം ഇല്ലാതാകുമെന്നാണ്. ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ നഷ്ടപ്പെട്ട ധനം പോലും തിരികെ ലഭിക്കുമെന്നാണ്. ശത്രുക്കളെയൊക്കെ ജയിക്കാൻ സാധിക്കും. എല്ലാവിധ അസുഖങ്ങളെയും ഇത് ഒഴിവാക്കും. മനസ്സിന് ഊർജ്ജസ്വലത ലഭിക്കുന്നതാണ്. മറ്റുള്ളവരെ ആകർഷിക്കാൻ സാധിക്കും. കൂടാതെ പേര്, പ്രശസ്തി, ധനം എന്നിവയൊക്കെ നേടാൻ സാധിക്കും. ഇത് കുട്ടികൾക്കും ഉയർച്ച നൽകുന്നതാണ്. തന്നിലെ മുൻകോപത്തെയൊക്കെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുന്നതാണ്. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ ലഭിക്കുവാനായിട്ട് വൈഡൂര്യം ധരിക്കുന്നത് ഉത്തമമാണ്. അപകടങ്ങളിൽ നിന്ന് വൈഡൂര്യം ധരിക്കുന്നത് രക്ഷ നൽകും. കൂടാതെ മുഖക്കുരു, ത്വക്ക് രോഗങ്ങൾ ഇവയിൽ നിന്ന് രക്ഷ നൽകാനും വൈഡൂര്യത്തിന് കഴിവുണ്ട്. വൈഡൂര്യം അഥവാ ക്യാറ്റ്സൈ ധരിക്കുന്നത് ഛർദി, പനി എന്നിവയിൽ നിന്ന് രക്ഷ നൽകുന്നതാണ്. വക്കീലന്മാർ, സിനിമാ മേഖലയിൽ ഏത് വിഭാഗത്തിലും പ്രവർത്തിക്കുന്നവർ, പത്രപ്രവർത്തകർ എന്നിവരൊക്കെ ഈ
വൈഡൂര്യം ധരിക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് പേരും പ്രശസ്തിയും ലഭിക്കുന്നതും അവരുടെ മേഖലയിൽ അവർക്ക് ഉയർച്ച ഉണ്ടാകുന്നതുമാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കും സർജറി ചെയ്യുന്ന ഡോക്ടർമാർക്കും ഒക്കെ ഇത് ഉപയോഗപ്രദമാണ്. വിദഗ്ധ ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം മാത്രമേ ഇത് ധരിക്കാവൂ എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. വെളുക്കാൻ തേച്ചത് പാണ്ടാകാതിരിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 3, 6, 11 എന്നീ അനുകൂല ഭാവങ്ങളിലാണെങ്കിൽ വൈഡൂര്യം പരിഗണിക്കാവുന്നതാണ്. കുജവത് കേതു എന്നാണ്, ചൊവ്വയ്ക്ക് തുല്യനായിട്ടാണ് കേതുവിനെ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ രാശികളിൽ, വ്യാഴത്തിന്റെ രാശികളിൽ, ചന്ദ്രന്റെ രാശിയിൽ, സൂര്യന്റെ രാശിയിലൊക്കെ ജനിച്ചവർക്ക് മറ്റെല്ലാ പ്രകാരത്തിലും കൂടി വൈഡൂര്യം അനുകൂലമാണ് എങ്കിൽ ഉപദേശിക്കാവുന്നതാണ്. അതായത് ജന്മനക്ഷത്ര പ്രകാരവും സംഖ്യാശാസ്ത്ര പ്രകാരവും എല്ലാം കൂടി ഒത്തുവരികയാണെങ്കിൽ മാത്രം വൈഡൂര്യം ധരിക്കുക. രാഹുവിന്റെ നക്ഷത്രത്തിൽ ജനിച്ചവർ 4, 13, 28, 9, 18, 27 എന്നീ തീയതികളിലൊക്കെ ജനിച്ചവർ ഇവരൊക്കെ വൈഡൂര്യത്തെ ഒഴിവാക്കുക. കൂടാതെ 7, 16, 25 തീയതികൾ 7 ജന്മസംഖ്യ, അവർക്ക് വൈഡൂര്യം ഗുണപ്രദമാണ്. എന്നിരുന്നാലും അത് ജാതകപ്രകാരം അനുകൂലമാണെങ്കിൽ മാത്രം ഉപദേശിക്കുക. വൈഡൂര്യം അനുകൂലമായിട്ടുള്ളവർ ധരിച്ചാൽ ആരോഗ്യം, ധനം, വിജയം എന്നിവ ലഭിക്കും. കേതു ഗ്രഹത്തെ പ്രീതിപ്പെടുത്തിയാൽ ഒരു രക്ഷാവലയം പോലെ കേതു നമ്മളെ സംരക്ഷിക്കുമെന്നാണ്. കുജവത് കേതു എന്നാണ്, ചൊവ്വയെ പോലെയാണ് കേതു. വൈഡൂര്യം ധരിക്കുന്നവർക്ക് ഗണേശ്വരന്റെ പ്രീതിയും ലഭിക്കുമെന്നാണ്. അതോടൊപ്പം തന്നെ കുജന്റെ, ചൊവ്വയുടെ, സുബ്രഹ്മണ്യന്റെ ഒക്കെ പ്രീതി ലഭിക്കുമെന്നാണ്. വിവാഹം നടത്തി തരുന്നതിന് വൈഡൂര്യത്തിന് കഴിവുണ്ട്. ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് സബലീകൃതമാകും. നഷ്ടപ്പെട്ട മനസാന്നിധ്യവും തിരിച്ചു ലഭിക്കുന്നതാണ്. രത്നങ്ങൾ പൊതുവെ 2 ക്യാരറ്റ് ആണ് ധരിക്കേണ്ടത്. ഇത് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. ഒരു 18 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് മാത്രം രാഹുകേതുക്കളുടെ രത്നങ്ങൾ നൽകുക. നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് 2 ക്യാരറ്റോ അതിനു മുകളിലേക്ക് എത്ര വേണമെങ്കിലും ധരിക്കാം. സ്വർണത്തിലോ വെള്ളിയിലോ ഇത് ധരിക്കാവുന്നതാണ്. പഞ്ചലോഹത്തിലും ഇത് ധരിക്കാം. ആദ്യമായി ധരിക്കുമ്പോൾ ചൊവ്വാഴ്ച ദിവസമാണ് ഇത് ധരിക്കേണ്ടത്. ആദ്യത്തെ കാലഹോരയിലാണ് ധരിക്കേണ്ടത്. ഇടത്തോ വലത്തോ കൈയിലെ മോതിരവരിൽ ഇത് ധരിക്കാവുന്നതാണ്. ജാതകവശാൽ അനുകൂലമാണെങ്കിൽ 2, 4 എന്നീ ഭാവങ്ങളിൽ കേതു നിൽക്കുന്ന കുട്ടികൾ പഠനത്തിൽ ചിലപ്പോൾ മോശമാകാം. പൂർണ്ണമായിട്ട് അവരുടെ കഴിവിനനുസരിച്ചുള്ള ഒരു പ്രകടനം അവരിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് ജാതകത്തിൽ മറ്റു തരത്തിൽ കേതു അനുകൂലമാണെങ്കിൽ ഈ വൈഡൂര്യം അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രം നൽകാം. അങ്ങനെ വരുമ്പോൾ പഠിത്തത്തിൽ ശ്രദ്ധയുണ്ടാകും. എന്നാൽ അതൊരു വിദഗ്ധനായിട്ടുള്ള ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം മാത്രമായിരിക്കണം. വൈഡൂര്യം നവരത്നത്തിന്റെ കൂട്ടത്തിലാണ് ഉൾപ്പെടുന്നത്. ഇത് ഗോമേതകത്തെക്കാൾ അല്പം കൂടി വില കൂടിയ രത്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഇതിന്റെ ഉപരത്നങ്ങളും ധരിക്കാവുന്നതാണ്. ഹോക്കൈ, ടൈഗറൈ, ബെറിൽ എന്നിവയൊക്കെ ഇതിന്റെ ഉപരത്നങ്ങളാണ്. ക്യാറ്റ്സൈ അഥവാ വൈഡൂര്യം തണുത്ത വെള്ളത്തിൽ ഇട്ടുവെച്ചതിന് ശേഷം പിറ്റേ ദിവസം, അതായത് 24 മണിക്കൂർ അപ്രകാരം ഇട്ടുവെച്ചതിന് ശേഷം ആ ജലത്തെ പാനം ചെയ്യുന്ന പക്ഷം അത് ടോണിക്കിന്റെ ഫലം ചെയ്യുമെന്നാണ്. അത്രയേറെ വിശേഷപ്പെട്ടതാണ് ക്യാറ്റ്സൈ അഥവാ വൈഡൂര്യം. ആദ്യമായി രത്നധാരണം നടത്തുന്നവർ കേതുവിന്റെ മന്ത്രത്തെ ജപിച്ചുകൊണ്ട് രത്നം ധരിക്കുക. അശ്വത്ഥജായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നോ കേതു പ്രചോദയാത് എന്ന കേതു ഗായത്രി മന്ത്രത്തെ ചൊല്ലാം. കൂടാതെ പലാശ പുഷ്പസങ്കാശം, താരകാഗ്രഹ മസ്തകം, രൗദ്രം രൗദ്രാത്മവും ഘോരം തം കേതും പ്രണമാമ്യഹം എന്ന മന്ത്രത്തെയും ജപിക്കാം. ഒരിക്കൽ കൂടി പറയാണ്, വിദഗ്ധനായിട്ടുള്ള ഒരു ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം വിശ്വസനീയമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് മാത്രം ഇത് സ്വീകരിക്കുക. വിശ്വസനീയമായിട്ടുള്ള ഗവൺമെന്റ് അംഗീകൃത ലബോറട്ടറികളിൽ ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റോടുകൂടി മാത്രം സ്വീകരിക്കുക. എല്ലാവർക്കും കേതുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.